ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി ആപ്പമാണ്. ഏവരും ഇഷ്ടപ്പെടുന്ന ആപ്പം വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് റവ ആപ്പം വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവര് തീർച്ചയായിട്ടും കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആപ്പമാണ് റവ ആപ്പം. എല്ലാവരും കാണുക. അപ്പോൾ ഈ ആപ്പം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഗ്ലാസ് 4 ഗ്ലാസോളം പച്ചരി എടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നിൽക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കണം. ഇതുപോലെ നമുക്കത് അടച്ചു വെക്കാം. 4 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കണം. 4 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചരി ഇതിൻ്റെ ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതാ കുതിർത്ത ആ പച്ചരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതാ ഒരു 3-4 സ്പൂൺ നമ്മുടെ വെള്ള അവല് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് തേങ്ങയാണ്. ചിരകിയ തേങ്ങ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇത് പഞ്ചസാരയാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇത് ആവശ്യത്തിന് ഉപ്പ്. ഇത് ജീരകമാണ്. 2 പിഞ്ച് എടുത്തോളൂ. ഇത് ഈസ്റ്റ് ആണ്. അതായത് സ്പൂണിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വരും. ഇനി ആവശ്യത്തിന് മീതെ നിൽക്കണം വെള്ളം. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നിൽക്കണം വെള്ളം. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക. തരി ഇല്ലാണ്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് ഒരു 8 മണിക്കൂർ ഇങ്ങനെ അടച്ചിരിക്കട്ടെ. പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നതല്ലോ. അപ്പോൾ രാത്രി ഫുൾ അങ്ങനെ ഇരിക്കട്ടെ. വൈകുന്നേരം ഇതുപോലെ ചെയ്തിട്ട് രാത്രി ഫുൾ അങ്ങനെ ഇരുന്നിട്ട് മാവെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നന്നായിട്ട് പൊന്തി വന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. ആ ബാറ്ററിൻ്റെ ആ ഒരു പരുവം ഇതാണ്. നന്നായിട്ട് ലൂസ് ആയിട്ടുണ്ടാവണം. ഈ ഒരു രൂപത്തിലിരിക്കണം. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ ആപ്പച്ചട്ടി, ഇത് നോൺ സ്റ്റിക്കാണ്, വെച്ച് കൊടുക്കുക. ചൂടാവുമ്പോൾ നമുക്കിതാ ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതായത് ബാറ്ററിൻ്റെ പരുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിരിക്കണം കേട്ടോ. ഇതുപോലെ ചുറ്റിക്കാൻ പറ്റണം നന്നായിട്ട്. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാം. ആദ്യത്തെ ആപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാലൻസ് ഉള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആപ്പം റെഡി ആയിട്ട് എടുക്കാം. സിമ്പിൾ അല്ലേ? ഇതിൽ അരിയൊന്നും കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ അവല് ചേർത്തത് കേട്ടോ. അപ്പം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇതിന് കോമ്പിനേഷൻ ചിക്കൻ കറി തന്നെയാണ്. ചിക്കൻ കറിയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ കുറുമ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കോമ്പിനേഷനായിട്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു.
ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചണിൽ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 2 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് സ്പെഷ്യൽ ബ്ലാക്ക് ടീ സുലൈമാനി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ്മ ശിവരാജ് കോണത്തുകുന്ന് തൃശൂർ. താങ്ക് യു ജിഷ്മ. അടുത്തത് ഫലൂഡ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് രമ്യ അനൂപ് ചെന്നൈ തമിഴ്നാടു. താങ്ക് യു രമ്യ. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്ക് മെസഞ്ചർ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ഫോട്ടോകൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതായിരിക്കും. ഞങ്ങൾ അതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് മനുക്കുട്ടൻസ് കിച്ചന്റെ ഓരോ വീഡിയോസിലും അവയെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡില് വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.